ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടെ കാശ് വേണം ആനന്ദിനോട് ചോദിക്കണം, അതിന് വേണ്ടിയിട്ട് ദേവിയോടൊന്ന് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് ദേവി നല്ലപോലെ വഴക്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതം ഇത്രയൊക്കെ ആക്കിയിട്ട് നിങ്ങൾ കുട്ടിച്ചോറാക്കി, ഇനിയും അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഞാനത് സമ്മതിക്കില്ല. ആനന്ദേട്ടൻ പൈസ തരുമെന്നാണോ നിങ്ങളുടെ വിചാരം? ദയവ് ചെയ്ത് ഇനിയും എൻ്റെ ജീവിതം തകർക്കരുതെന്ന് പറഞ്ഞ് ഫോൺ വെക്കാട്ടോ. അപ്പോൾ ഫോണ് മാറ്റി ആ സമയത്ത് ശ്രീകല വീണ്ടും ഉദയഭാനുവിനും കുറച്ച് വഴക്കെല്ലാം കൊടുത്തിട്ട് ദേവിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്കവിടെ സുഖമാണല്ലേ? എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, നല്ല പോലെ തന്നെ ഇവരെന്നെ നോക്കുന്നത്. അമ്മയാണെങ്കിൽ ദിവസവും എന്നെ രാവിലെ തന്നെ മഞ്ഞ ചേർത്തിട്ടുള്ള വെള്ളത്തിലാണ് കുളിപ്പിക്കുന്നതും നല്ല ലേഹ്യവും ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, ഞാനത് കഴിക്കുന്നുണ്ടെന്ന് പറയാം. ഏത് ലേഹ്യത്തിൻ്റെ കാര്യം നീ പറയുന്നത്? അല്ല, ലേഹ്യമേ ഇവിടെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നല്ലേ? ഏതച്ഛൻ? ഇവിടെ ബാലച്ചനെ അങ്ങാടിക്കടയിൽ നിന്നും മരുന്നൊക്കെ വാങ്ങുന്ന കൂട്ടത്തിൽ ലേഹ്യം വാങ്ങിച്ചിട്ടുന്നതാണ്, അതാണ് ഞാൻ കഴിക്കുന്നത്. ഓ, സമാധാനമായി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എടി, അച്ഛൻ ഇവിടുന്ന് അവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ചല മരുന്നുകൾ കൊണ്ടുവന്നില്ലേ, അതെങ്ങാനും കുറുക്കിയും കലക്കിയും ലേഹ്യം ആക്കിയും ഒന്നും കഴിച്ചേക്കല്ലേ മോളെ? അതെന്താ കാര്യം? എടി, അത് ശരിക്കും പറഞ്ഞാൽ പച്ചല മരുന്നുകളൊന്നുമല്ല, ഏതോ കാട്ടുചെടികളാണ്, വിഷച്ചെടികളാണ്. എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? എന്നെ എൻ്റെ കുഞ്ഞിനെയും ദൈവമേ എന്ന് പറഞ്ഞ് ദേവി പേടിക്കുമ്പോൾ, എടി നിന്നെ അച്ഛനെ അവിടെ വന്നപ്പോൾ നിന്നെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരണ്ടേ? ആ വെറും കൈയോടെ എങ്ങനെയാണ് വരുന്നത്? കയ്യിലൊരു പൈസ ഇല്ലാതിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത്. പക്ഷേ അത് അന്ന് തന്നെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. പക്ഷേ ഇന്നാണ് എന്നെ അവസരം കിട്ടിയത്. ദേവി, ഇത് നീ അതൊന്നും എടുത്ത് കഴിച്ചേക്കരുതേ, എങ്ങനെയെങ്കിലും അതെടുത്ത് കളഞ്ഞേക്കണം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൊള്ളാം, ഇങ്ങനെ തന്നെ വേണം അച്ഛനമ്മമാർ. ലോകത്ത് ഇതുപോലൊരു അച്ഛനും അമ്മയും ആർക്കും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ദേവി ഫോൺ കട്ട് ചെയ്തിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങാനും കഴിച്ചു പോയിരുന്നെങ്കിൽ കുഞ്ഞിനും ഒക്കെ ദോഷമാവില്ലേ? ആ ഒരു സീരിയസ്നെസ് പോലും ഇല്ല അച്ഛനും അമ്മയ്ക്കും. അത് ഓർത്തിട്ടാണ് ദേവിക്ക് വിഷമം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അലോകും അനുമോളും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നാളെ കറങ്ങാൻ പോകുന്ന കാര്യം അലോക് പറയുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, ശരി, നാളെ അവിടെ ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വികാസ് പോയിൻ്റ് ആ ഒരു ഏരിയയിലേക്ക് വരാം, അപ്പോൾ നീ അവിടെ വന്നാൽ മതി, നമുക്കപ്പോൾ ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞ് അവരങ്ങനെ ആ രാത്രി പ്ലാൻ ചെയ്യാം കേട്ടോ, പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അന്ന് രാത്രി തന്നെ സുകന്യാണെങ്കിലും പോകുന്ന കാര്യം പിറ്റേ ദിവസം രാവിലെ പോകണമല്ലോ ഇവർക്ക് കറങ്ങാനായിട്ട്, അതൊക്കെ പ്ലാൻ ചെയ്യണം. അങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി റെഡി ആവുകയാണ് സുകന്യ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, സുകന്യ ഇട്ടേക്കുന്ന വേഷമൊന്നും നമ്മൾ ധർമ്മന് തീരെ പിടിക്കണില്ല. എന്നാലും അതൊന്ന് പോയി പറഞ്ഞാലോ, കൈയൊന്നും ഇല്ലാത്ത ഡ്രസ്സാണ്. അത് പറയണതിന് മുമ്പേ തന്നെ സുകന്യ തിരിഞ്ഞു നോക്കി നമ്മുടെ ധർമ്മനിട്ട് 2 കൊടുക്കാട്ടോ. എന്താ ധർമ്മേട്ടാ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ വേഷമൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്ന്. ഞാനിട്ടേക്കുന്ന വേഷത്തിന് എന്താടി കുഴപ്പം? ഓ പിന്നെ ഇപ്പം തന്നെ കണ്ടാൽ നല്ല പ്രായം തോന്നിക്കും. ഞാനും നിങ്ങളും കൂടെ പോയാലേ ആളുകൾ ചോദിക്കും, ഇതാരാ, കൊച്ചച്ഛനാണോ ചിറ്റപ്പനാണോ ഇത് പേരക്കുട്ടിയാണോ എന്നൊക്കെ. ആകെ നാണക്കേട്. അതിൻ്റെ കൂടെ ഈ ഒരു മുണ്ടും ഷർട്ടും കൂടെ ആയാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് നാണക്കേടാ എന്നെ കൂടെ വരാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ ധർമ്മനോട് പറയുമ്പോൾ ധർമ്മന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നെ ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്താ നിൻ്റെ അഭിപ്രായം? ഞാൻ ധർമ്മേട്ടന് വേണ്ടി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ടുകൊണ്ട് എന്നോട് വരാവോ? എന്നാൽ മാത്രമേ ഞാൻ ധർമ്മേട്ടനോട് കറങ്ങാനൊക്കെ വരുള്ളൂ. ഇനിയിപ്പോൾ ഒരു വഴക്കോ പിണക്കോ വേണ്ട, നീ പറയുന്നത് ഞാൻ അങ്ങ് ഇട്ടേക്കാം, അത്രയല്ലേ ഉള്ളൂ. എന്താ നീ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ്? അങ്ങനെ സുകന്യാണെങ്കിൽ സുകന്യ എടുത്ത് വെച്ചിരിക്കുന്ന പാൻറ്റും ഷർട്ടും ഒക്കെ ധർമ്മൻ എടുത്ത് കൊടുക്കാൻ കേട്ടോ. ധർമ്മനാണെങ്കിൽ കണ്ണാടിയുടെ മുഖത്തേക്ക് സ്വന്തം മുഖമൊക്കെ ഒന്ന് നോക്കുകയാണ്, പ്രായക്കൂടുതലായി പോയോ എന്നൊക്കെ. അപ്പോൾ എന്നാലും വഴക്കൊന്നും വേണ്ടല്ലെന്ന് വെച്ചാൽ സുകന്യയുടെ ആഗ്രഹത്തിന് അങ്ങ് സമ്മതിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സുകന്യ അങ്ങനെ പുറത്തേക്ക് പോവാട്ടോ. കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ഗോമതി ആണെങ്കിൽ ദേവി അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ദേവി മുറിക്കകത്തുണ്ട്. ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയാണോടി? എന്താ അമ്മേ കാര്യം? അയ്യോ, നിനക്ക് വേണ്ടിയിട്ട് ഞാനവിടെ ലേഹ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാവിലെ തന്നെ അതെടുത്ത് കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുക. ഏത് ലേഹ്യം അമ്മ പറയുന്നത്? അച്ഛൻ കൊണ്ടുവന്ന ലേഹ്യം തീർന്നല്ലോ, ഇന്നിപ്പം വൈകിട്ട് അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നാലല്ലേ അത് ഉള്ളൂ. ആഹാ, അത് തീർന്നു, അത് ബാലേട്ടൻ കൊണ്ടുവരുമ്പോൾ കഴിക്കാം. ഞാനേ നിൻ്റെ അച്ഛൻ അങ്ങ് പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നില്ലേ നേപ്പാളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പച്ചല മരുന്നുകൾ, അതെല്ലാം കൂടെ ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിനക്ക് ലേഹ്യം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അയ്യോ എൻ്റെ പൊന്നമ്മേ, എന്താടി? അല്ല ഒന്നുമില്ലമ്മേ. ശരി, ഞാൻ വന്നോളാം. എന്നാൽ ഞാൻ വന്ന് കഴിച്ചോ, ദേ അവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്, പെട്ടെന്ന് ആവട്ടെ, ചൂടാറുന്നതിന് മുന്നേ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് പോവാം. അപ്പോഴാണ് സുകന്യ രാവിലെ കറങ്ങാൻ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി റെഡിയായി വരുന്നത്. സുകന്യയ്ക്ക് ആഹാരം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണല്ലോ, ആർക്ക് വെച്ചേക്കുന്നതാണ്, എന്താണ് ഏതാണ് ഒന്നും ചോദിക്കത്തില്ല, എടുത്തു വെച്ചാൽ അങ്ങ് ഒറ്റ കപ്പലാണല്ലോ.
സുകന്യ നോക്കുമ്പോൾ എന്തോ ഒരു പാല് പോലത്തെ സാധനം മേശപ്പുറത്തിരിപ്പുണ്ട്. ആഹാ, ഇതെന്താ സാധനം, പായസമാണോ? ഒന്ന് കഴിച്ചു നോക്കിയാലോ. അങ്ങനെ സുകന്യ അത് പതിയെ കയ്യിലെടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം മണപ്പിക്കുകയും തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു സ്പൂൺ വായിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ സുകന്യയ്ക്ക്. അത് ശരി, ഇത്രയും നല്ല ടേസ്റ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ വിളിക്കാതെ മിണ്ടാതെ ഇവിടെ കൊണ്ട് വച്ചേക്കല്ലേ. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തേക്കാം എന്നും പറഞ്ഞ് അതങ്ങോട്ട് മുഴുവനും എടുത്ത് അങ്ങോട്ട് മോന്തു കേട്ടോ. അങ്ങനെ മോന്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മിത്ര അങ്ങോട്ട് വരുന്നത്. അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്, അയ്യോ ചേച്ചി ഇതെന്താ എടുത്ത് വെച്ച് കഴിക്കണേ? ഞാൻ എന്താ കഴിക്കുന്നത്? ഇവിടെ ഉണ്ടാക്കി വെച്ച സാധനം അതൊക്കെ ആർക്കുള്ളത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടേ സോനി ചേച്ചി കഴിക്കാനുള്ളത്? അതിനിപ്പോൾ എന്താ, ഡൈനിങ് ടേബിളിൽ ഒരു ഫുഡ് കൊണ്ടുവയ്ക്കുമ്പോൾ അത് കഴിക്കാനുള്ളതല്ലേ? അത് ആർക്കാ എന്തിനാന്ന് അന്വേഷിക്കണ്ടേ? ഇതൊന്നും അത്ര നല്ല സ്വഭാവമല്ല. ഇതേ പെണ്ണെ മിണ്ടാതിരുന്നോളണം, എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും നീ വന്നേക്കല്ലേ എന്ന് പറഞ്ഞ് മിത്രയ്ക്കിട്ട് കൊടുക്കുക കേട്ടോ. അവരെ രണ്ടുപേരെയും വഴക്കും കേട്ടും കൊണ്ടാണ് ഗോമതി അങ്ങോട്ട് വരുന്നത്. എന്താടി ഇവിടെ രണ്ടുപേരും കൊണ്ട് വഴക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അതല്ലെന്നേ അപ്പച്ചി ഇവിടെ കൊണ്ടുവച്ചിരുന്നില്ലേ ഒരു പാത്രത്തിൽ, അതിനതേ സുകന്യ ചേച്ചി ആരോടും ചോദിക്കാതെ എടുത്ത് കഴിച്ചു. അയ്യോ കഴിച്ചോ? പിന്നല്ലാതെ നിങ്ങളെന്താ ഞാൻ കഴിച്ചതിനെല്ലാം അന്തം വിട്ടിങ്ങനെ നോക്കുന്നത്? അതല്ലെന്നേ, അത് ദേവി ചേച്ചിക്ക് കൊടുക്കാനുള്ളതാ. ഗർഭിണിയായിരിക്കുന്നവർ മാത്രം കഴിക്കേണ്ട ലേഹ്യമാണോ? അയ്യോ അതാണോ? ഇനിയിപ്പോൾ ഞാൻ അറിയാണ്ട് കഴിച്ചു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ തന്നെ ഗോമതി പറഞ്ഞിട്ട് മോളെ അത് ശരീരപുഷ്ടിക്കൊക്കെ വേണ്ടിയിട്ട് ഗർഭിണികൾക്ക് കൊടുക്കേണ്ടതല്ലേ, അത് ശ്രദ്ധിക്കേണ്ടായിരുന്നോ? എന്നാൽ പിന്നെ എനിക്ക് ഒത്തിരി ശരീരപുഷ്ടിയൊക്കെ വന്നോട്ടെ, ഞാൻ കഴിച്ചാൽ എന്താ കുഴപ്പം? എൻ്റെ ശരീരത്തിന് എന്താ പുഷ്ടിയൊന്നും വേണ്ടേ? പിന്നെ ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാനൊന്നും അങ്ങനെ ഇപ്പോൾ എന്താ ഗർഭിണിക്ക് മാത്രമേ കഴിക്കാവൂ, അല്ലാത്തവർക്ക് കഴിച്ചുകൂടാ എന്നൊക്കെ ഇങ്ങനെ സുകന്യ പറയാട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത വിഷമായി. സുകന്യയോട് തർക്കിച്ച് ജയിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ദേവി അങ്ങോട്ട് വരുവാണ് കേട്ടോ. ദേവി ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്താ അമ്മ ഇവിടെ? അയ്യോ മോളെ, നിനക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ലേഹ്യം ദേ സുകന്യ എടുത്ത് കഴിച്ചു. അയ്യോ എൻ്റെ അമ്മയെന്നും പറഞ്ഞ് തലയിൽ അങ്ങോട്ട് കൈ വയ്ക്കുകയാണ് ദേവി. എന്താടി, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് വിളിച്ചത്? അയ്യോ അല്ല അമ്മേ, അല്ല ഞാനത് അയ്യോ ദൈവമേ, പണി കിട്ടിയോ? സുകന്യ ചേച്ചി അതെടുത്ത് കഴിച്ചോ? വല്ല വിഷച്ചെടികളായിരുന്നു അത്, ഇനിയിപ്പോൾ എന്ത് പണി കിട്ടുമോ എന്തോ എന്നങ്ങനെ. അപ്പോൾ തന്നെ ഇവർക്കും സംശയം, ദേവി എന്തിനാ ഇങ്ങനെ പേടിച്ച് നിലവിളിച്ചതുപോലെയെന്ന്. അത് കഴിഞ്ഞ് സുകന്യയാണെങ്കിലും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനിയിപ്പോൾ കഴിച്ചു പോയി, സാരയില്ല പോട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പോൾ തന്നെ മിത്ര ദേവിയോട് പറയാം, ഈ ചേച്ചി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, എന്ത് സാധനം കണ്ടാലും ആർക്കുള്ളതെന്നോ എന്തെന്നോ നോക്കുക, അത് എടുത്ത് വെച്ചൊരു കഴിപ്പാണ്, നല്ലൊരു പണി ഇവർക്കിട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ദേവി മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മിത്രം മോളെ, അവർക്കുള്ള പണി അവർ തന്നെ ഇരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഇനിയിപ്പം നമ്മളായിട്ട് കൊടുക്കണ്ടല്ലോ എന്ന്. കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങോട്ട് വയറ്റിളക്കം തുടങ്ങിയിട്ടോ, വയറുവേദനയും പ്രശ്നവുമായിട്ട് സുകന്യക്ക് ഇരിക്കാൻ പൊറുതിയില്ല. അവസാനം കറങ്ങാൻ പോകുന്നതിനെക്കുറിച്ച് പ്ലാനിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധർമ്മൻ. ഇതിനിടയിൽ കൂടെ സുകന്യ പറയാം, എൻ്റെ ധർമ്മേട്ടാ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിപ്പോൾ കറങ്ങാൻ പോകാനല്ല അത്യാവശ്യം, എന്നെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോ. ആശുപത്രിയില്ല, എന്ത് പറ്റി? അതൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, എന്നെ കൊണ്ടുപോകും ധർമ്മേട്ടാ. അങ്ങനെ ധർമ്മൻ സുകന്യക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. സുകന്യയാണെങ്കിൽ ഒത്തിരി തളർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതും അപ്പുറത്തെ റൂമിലിരുന്നും കൊണ്ട് മീനാക്ഷി അറിഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ആകാശം ചോദിക്കുന്നത്, എന്തിനാടി നീ ഇത്രയ്ക്ക് പൊട്ടിച്ചിരിക്കാൻ? നീ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കാം. അതെ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ നമ്മൾ ദേവി ചേച്ചിക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ച ആ ഒരു ലേഹ്യം ഉണ്ടല്ലോ, അത് സുകന്യ ചേച്ചി എടുത്ത് കഴിച്ച് സുകന്യ ചേച്ചിക്ക് പണി കിട്ടി. അപ്പോൾ പണി കിട്ടി എന്നതാണ് ശരിക്കുള്ള കാര്യം. അവിടെ ചളിച്ചതോ പുളിച്ചതോ എന്തോ കളയാൻ വെച്ചെന്ന് വേസ്റ്റ് എന്തോ എടുത്ത് അവർ കഴിച്ചിട്ടാണ് വയറിന് പണി കിട്ടി എന്നാണ് മീനാക്ഷി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ദേവിയുടെ ആ ഒരു ലേഹ്യമാണെന്നുള്ളത് പിന്നീടാണ് അറിയണത്. അപ്പോൾ ആകാശ് പറഞ്ഞിട്ടുണ്ട്, എടി എന്നാലും നീ കൊള്ളാലോ, ഒരാൾക്ക് വയ്യായിക വരുമ്പോൾ ഇങ്ങനെയാണോ നീ ചിരിച്ചും മതിക്കുന്നത്? സങ്കടപ്പെടുകയല്ലേ വേണ്ടത്? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഇവരുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു പണി കിട്ടുന്നത് നല്ലത് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചതെന്ന് പറയട്ടോ. അല്ലെങ്കിൽ തന്നെ ആകാശിന് എന്താ അവരോട് ഇത്രയ്ക്കൊരു സ്നേഹം പെട്ടെന്ന്? എനിക്ക് അവരോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല, എന്നാലും ചെറിയൊരു മതിപ്പുണ്ട്. കാരണം ഇവിടെ ആർക്കും അച്ഛനോട് ഒരു കാര്യം തുറന്നു പറയാനുള്ള ധൈര്യമില്ല, എല്ലാവർക്കും അച്ഛനെ പേടിയാണ്. ആകെ ധൈര്യത്തോടു കൂടി എന്തെങ്കിലും തുറന്നു പറയുന്ന അവർ മാത്രമാണെന്ന് പറയാം. അപ്പോൾ തന്നെ മീനാക്ഷി പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലാവണുണ്ട് കാര്യമൊക്കെ, അവരോട് കൂട്ടിച്ചേർന്നിട്ടേ അച്ഛനെ തകർക്കാനാണ് വല്ല പണിയെങ്കിലേ ആകാശ് പഠിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവമേ ഇതൊരു വള്ളിക്കെട്ടി കേസാണല്ലോ എന്ന് വരെ ചിന്തിച്ച് പോവും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും മീനാക്ഷിയോട് പറയാം, എടി നീ എന്തായാലും ഓഫീസിലേക്കല്ലേ പോകുന്നത്, എൻ്റെ ആ ലൈസൻസ് ഒന്ന് ശരിയാക്കി തന്നു. ഇല്ല ആകാശേ, ഒരിക്കലും ശരിയാക്കി തരില്ല, നീ സത്യസന്ധമായിട്ടുള്ള രേഖകളുമായിട്ട് വാ, അപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിലും എനിക്ക് മിനിസ്റ്ററിൻ്റെ ഓഫീസിലേക്ക് ഫയൽ കൊടുക്കാനുള്ള ആ ഫയൽ നീ അന്ന് എന്നിൽ നിന്ന് എടുത്ത് മാറ്റി, എനിക്കറിയാം ആകാശ് തന്നെയാണ് മാറ്റിയെന്ന്, പക്ഷേ അത് നീ തിരിച്ചു കൊണ്ടുവാ, അപ്പോൾ ഞാൻ നിൻ്റെ ലൈസൻസ് ശരിയാക്കി തരണോ വേണ്ടേ ഞാൻ തീരുമാനിക്കാം എന്നിങ്ങനെ പറയട്ടോ.
ഇതൊക്കെ കഴിഞ്ഞ് ദേവി വെപ്രാളം പിടിച്ച് ഉദയഭാനുവിനെ ശ്രീകലേനെ വീണ്ടും വിളിക്കുകയാണ്. അതെ അച്ഛാ, ഒരു കാര്യം ചെയ്യും, മിക്കവാറും പോലീസ് അങ്ങോട്ട് വരും, നേരെ ജയിലിലേക്ക് ഇനി പോയി കിടക്കാട്ടോ. എന്താടി കാര്യം, എന്താ? അതല്ലെന്ന്, നിങ്ങളിവിടെ ഒരു കുറച്ച് വിഷച്ചെടികളൊക്കെ കൊടുത്തിട്ടുന്നില്ലേ, അതിൻ്റെ ലേഹ്യമല്ല ഇവിടെ കലക്കി കുടിച്ചിട്ടുണ്ട്. ഏടി പെണ്ണേ, നിന്നോട് അതെടുത്ത് കളയാനല്ലേ പറഞ്ഞത്, നീ എന്തിനെടുത്ത് കുടിച്ചത്? ഞാനല്ല, അമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചു, അത് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് സുഗനി ചേച്ചി എടുത്ത് കുടിച്ചു. ദൈവമേ, അവളെന്തിനാടി എടുത്ത് കുടിച്ചത്? ആർക്കറിയാം, അവരുടെ സമയദോഷത്തിൽ അവർ കുടിച്ചു. അവർക്ക് ഇപ്പോൾ വയ്യ, സീരിയസ് കണ്ടീഷനിലാണ് അവർ ഹോസ്പിറ്റലിൽ കിടക്കണത്. ഇനി കേസും പത്രം ഇതൊക്കെ ആയി കഴിഞ്ഞാലേ അച്ഛനും അമ്മയും കൂടെ നേരി ജയിലിൽ പോയി കിടന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞ് ദേവി ഫോൺ വയ്ക്കട്ടോ. അതോടുകൂടി അവിടെ ഉദയഭാനും ശ്രീകലയ്ക്കും ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ എന്തായി തീരും, ഇനി സുഗന്ധിക്ക് വല്ല പ്രശ്നമാവോ എന്നുള്ള പേടിയിലാട്ടോ അവരിയ്ക്കുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്